Hello students, finally for the groupoid properties of the operation star in the path homotopy equivalent class, we have to prove the associativity. Second and third properties are already proved. We have to prove the associativity. For that, you need to know about a concept of positive linear map, nothing but the homeomorphism between two closed intervals. Earlier in topology, we have proved that closed interval AB is homeomorphic to closed interval 0, 1. Any closed interval is homeomorphic to closed interval 0, 1 and we prove. Then we have a function f of x equal to a plus b minus a into x, which maps the point 0 when x equal to 0. 0, 1 homeomorphic to AB എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് രണ്ടും homeomorphic ആണ്. ഇപ്പം കാണുന്ന അനുസരിച്ച് ഓർഡർ അങ്ങനെ. If we take x equal to 0, we get f of 0 equal to a. If you take x equal to 1, f of 1 equal to a plus b minus a into 1, a minus a cancels, and f of 0 equal to a, f of 1 equal to b. 0, 1 അങ്ങനെ ആലോചിച്ചാൽ 0, 1 എ ബിയോട് ഹോമിയോമോർഫിക് എന്ന്, അല്ലെ എ ബിയെ 0, 1 ഹോമിയോമോർഫിക് എന്ന് പറയാം. സോ there is a function fx such that it maps 0 to a and 1 to b. Like that, we can define the inverse also. There is a function f inverse from ab to 0, 1. Now we have 0, 1 to ab to 0, 1 നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ലീനിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. Like that, we can define a positive, this is called a positive linear map. Generally, 0, 1 ആയിരിക്കണമെന്നില്ല interval. Any interval AB and any interval CD are homeomorphic. ഇവിടെ homeomorphism ഒന്നും അല്ല പറയാം. There is a map. There is a map. അതിനെ P എന്നാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ഇവിടെയൊക്കെ F ഉള്ളതുകൊണ്ട് P of x equal to, say, of the form, ഇവിടെ കോൺസ്റ്റൻസും പിന്നെ എക്സിലെ ലീനിയറും കാണുന്നത്. സോ P of x equal to mx plus b. ബാക്കിയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. P of x equal to mx plus b. And the peculiarity of the map is that P of a equal to c and P of b equal to d. A സിയിലേക്കും രണ്ട് ഇന്റർവൽസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് എൻഡ് പോയിന്റ്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന, സെക്കൻഡ് എൻഡ് പോയിന്റ്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു മാപ്പിനെയാണ് നമ്മൾ പോസിറ്റീവ് ലീനിയർ മാപ്പ്. ദിസ് ഇസ് എ പോസിറ്റീവ് ലീനിയർ മാപ്പ്. ഈ ഐഡിയ ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. പോസിറ്റീവ് ലീനിയർ മാപ്പ്. അത് 0, 1 എ ബിയെയും തമ്മിൽ മാപ്പ് ചെയ്യുമ്പം, സേ ദിസ് ഈസ് 0, 1 ആൻഡ് എ ബി ഈസ് എനി ഇന്റർവൽ എ ബി. എ 0-ലാണെന്നില്ലല്ലോ, അപ്പൊ ഇത് ഇന്റർവൽ എ ബി. പിന്നെ 0-യെ എയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ആ മാപ്പിങ്ങിലെ ആദ്യത്തെ പോയിന്റ്. 1-നെ ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ലീനിയർ. സോ ദ സ്ട്രേറ്റ് ലൈൻ കണക്ടിങ് ദീസ് ടു പോയിന്റ്സ്. ദിസ് ഈസ് ദ പോസിറ്റീവ് ലീനിയർ മാപ്പ് between 0, 1 and AB, which is defined by f of x equal to a plus b minus a into x. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഇറ്റ് ഈസ് ലീനിയർ. പോസിറ്റീവ് എന്ന് പറയാൻ കഴിയും, ഇതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് ലീനിയർ. ലീനിയർ ബിക്കോസ് ഇറ്റ് ഈസ് എ ലൈൻ. പോസിറ്റീവ് ബിക്കോസ് ഇറ്റ് സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ലീനിയർ മാപ്പ് എന്ന് പറയുന്നത്. എ ബി ടു സി ഡി ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എ ബി ഈ ഇന്റർവൽ ആണെന്ന് വിചാരിക്കുക. വലിപ്പമൊന്നും പ്രശ്നമല്ല. സി ഡി ഇത്രയും വലുതാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് സി ഡി. എ സിയിലേക്ക് മാപ്പ് ചെയ്യണം, ബിയെ ഡിയിലേക്ക് മാപ്പ് ചെയ്യണം. യു ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ. മാപ്പിന്റെ എക്സ്പ്രഷൻ എം എക്സ് പ്ലസ് ബി ഫോമിൽ പറയണമെങ്കിൽ, എം എക്സ് പ്ലസ് കെ ഫോമിൽ പറയണമെങ്കിൽ ബി ഉപയോഗിക്കാൻ പറ്റത്തില്ല, എ ബി എന്നുള്ളത് എം എക്സ് പ്ലസ് കെ എന്ന് പറയാം. അങ്ങനെ പറയണമെങ്കിൽ എ സിയെയും ബി ഡിയെയും ജോയിൻ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. അന്നേരം ആ കോൺസ്റ്റൻസ് ഏതാന്ന് കിട്ടും. അപ്പൊ അത് നമ്മൾ തൽക്കാലം കണ്ടുപിടിക്കാൻ പോകുന്നില്ല. 0, 1 എ ബിയുടെ കേസിലാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു എക്സ് എന്നാണ്. ഈ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. y minus y1 divided by x minus x1 equal to y2 minus y1 divided by x2 minus x1. x1 y1നെയും x2 y2നെയും ജോയിൻ ചെയ്യുന്ന സെഗ്മെന്റിന്റെ ഇക്വേഷൻ. ആ ഒരു ലോജിക് ഉപയോഗിച്ചാൽ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദിസ് ഈസ് പോസിറ്റീവ് ലീനിയർ മാപ്പ്. ആ കൺസെപ്റ്റ് വെച്ച് നമ്മുടെ എഫ് സ്റ്റാർ ജി ഓഫ് എസിനെ f of 2s when s element of 0, 1/2, g of 2s minus 1 when s element of 1/2, 1 അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് 0, 1/2 എന്ന് പോയിന്റ് എടുക്കും.
f star g of s. F and g are functions from 0, 1 to x. f star g is also a function from 0, 1. അപ്പോൾ നമ്മൾ ആ 0, 1നെ രണ്ട് ഫംഗ്ഷൻസിന് വേണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് നേരെ പകുതിക്ക് 1/2 സ്പ്ലിറ്റ് ചെയ്തു. 0, 1/2 എന്ന് പോയിന്റ്സ് എടുക്കുമ്പോൾ എഫ് എഴുതണം. എഫ് 0, 1 മുഴുവനാണ്. എല്ലാം ഇവിടെ എഴുതുന്നുണ്ട്. 0 എടുക്കുമ്പോൾ എഫ് ഓഫ് 0 എഴുതും. 1/2 എടുക്കുമ്പോൾ 2s എഴുതുന്നത്. അപ്പോൾ എഫ് ഓഫ് 1 എടുക്കും. അപ്പോൾ f0 തുടങ്ങി f1 ഉള്ളത് മുഴുവനും 0, 1/2ൽ നിന്ന് 0, 1ലേക്ക് നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് കേസ് p of s equal to 2s. p of s equal to 2s is a positive linear map equal to 2s. When s equal to 0, p of s equal to 0. And when s equal to 1/2, p of s equal to 2s, 2 into 1/2, 1. അപ്പോൾ 0യെ 0യിലേക്കും 0, 1/2 എന്നുള്ള ഇന്റർവെലിനെ 0, 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. 0യെ 0യിലേക്കും 1/2നെ 1ലേക്കും മാപ്പ് ചെയ്യുന്നു. Then join this segment. This is the positive linear map p of s equal to 2s. And in case of 1/2, 1, അത് g ഉപയോഗിച്ചാണ് നമ്മൾ f star g അപ്പോൾ ഡിഫൈൻ ചെയ്യുക. 1/2, 1. When we take 1/2, 2 into 1/2 minus 1, 2 minus 1, 0. 1/2 ആകുമ്പോൾ p of s ന്റെ വാല്യൂ 0. When s equal to 1, 2s minus 1, 2 into 1 minus 1, the value equal to 1. s equal to 1, അത് 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ 1/2നെ 0യിലേക്ക്, 1നെ 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. This is the map p of s equal to 2s minus 1. This is p of s. Then f star g is defined by p of s equal to 2sനെ f ആയിട്ട് കോമ്പോസിഷൻ എടുക്കുന്നു. f കോമ്പോസിഷൻ f star g of s equal to, അപ്പോൾ ആ കേസിൽ f star g of s നെ f of 2s എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. f composition p of s. f composition p of s. This is g composition, അതിനെ p dash of s എന്ന് വിളിക്കാം. g composition p dash of s. രണ്ടാമത്തെ ഫംഗ്ഷനെ p dash of s എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ f of 2s എന്ന് എഴുതിയതിനെ 2sനെ p of s എന്ന് വിളിച്ചുകൊണ്ട് f composition p of s എന്ന് വിളിക്കാം. ഇതിനെ g composition p dash of s, g composition p dash of s എന്ന് വിളിക്കാം. So using the positive linear maps of 0, 1/2 to 0, 1 and 1/2, 1 to 0, 1, we can define f star g. f star g of s equal to composition of f with p, positive linear map of 0, 1/2 to 0, 1, positive linear map followed by s. And second half, positive linear map of 1/2, 1 to 0, 1, defined by p dash of s equal to 2s minus 1, followed by g, positive linear map, followed by f on 0, 1/2, and positive linear map, followed by g on 1/2, 1. അപ്പോൾ f of 2s, g of 2s minus 1 എന്ന് എഴുതുന്നതിന് പകരം p of 2s എന്ന് എഴുതിയിട്ട് f composition p of s എന്ന് ആദ്യത്തേതിന് എഴുതാം. രണ്ടാമത്തേന് g composition p dash of വേറെ ഫംഗ്ഷനാണ് 2s minus 1 എന്ന് എഴുതാം. These are the positive linear maps mapping 0, 1/2, 0, 1 and 1/2, 1 to 0, 1, and using following f and g with p and p dash we can rewrite f star g. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് വരുമ്പം നമ്മൾ 0, 1 എന്നുള്ള ഇന്റർവെലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഈസ് ഫോളോഡ് ബൈ എഫ്, സെക്കൻഡ് ഹാഫ് ഈസ് ഫോളോഡ് ബൈ ജി. ഇത് എഫ് സ്റ്റാർ ജിയിൽ സംഭവിച്ച കാര്യം. നോ ഇക്വലന്റ് ക്ലാസസ് സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഇക്വലന്റ് ക്ലാസ് ഓഫ് എഫ് സ്റ്റാർ, ഇക്വലന്റ് ക്ലാസ് ഓഫ് ജി സ്റ്റാർ, ഇക്വലന്റ് ക്ലാസ് ഓഫ് എച്ച്. ഇവിടെയാണ് ജി വെച്ചും കമ്പൈൻ ചെയ്തിരിക്കുന്നു, എഫിനെ വേറെ നിർത്തിയിരിക്കുന്നു. ദീസ് ടു ആർ ഈക്വൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ പോസിറ്റീവ് ലീനിയർ മാപ്പിന്റെ ഐഡിയ ഉപയോഗിച്ച് ഇക്വലന്റ് ക്ലാസ് എഫ് അവിടെ നിന്ന് എലമെന്റ് എടുത്ത എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ചും എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ചും പോസിറ്റീവ് ലീനിയർ മാപ്പിന്റെ ഐഡിയ ഉപയോഗിച്ച് എഫ് സ്റ്റാർ ജിയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ പോലെ. അപ്പൊ 3 ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. 2 ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എഫ് സ്റ്റാർ ജി. ഇവിടെ ഇനി 3 ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ എഫും ജി വെച്ച് ആകുമ്പോൾ കണ്ടീഷൻ ഉണ്ട്. F1 G0 അല്ല, F1 G0 ആവണം, G1 H0 ആവണം എന്നൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ എഴുതേണ്ടത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്. ഇക്വലന്റ് ക്ലാസ് അല്ല, ആ പ്രോഡക്റ്റ് ആദ്യം അറിയണം, നല്ല ഇക്വലന്റ് ക്ലാസ് പറയത്തുള്ളൂ. അപ്പൊ ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റിനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 വേണം എഫ് സ്റ്റാർ ജി ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ നമ്മൾ 0, 1നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
അത് എക്സാക്ട്ലി ഹാഫില്. എന്നിട്ട് ആദ്യത്തെ ഹാഫില് പോസിറ്റീവ് ലീനിയർ മാപ്പ് ഫോളോഡ് ബൈ എഫ്, രണ്ടാമത്തെ ഹാഫില് പോസിറ്റീവ് ലീനിയർ മാപ്പ് ഫോളോഡ് ബൈ ജി. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇതിങ്ങനെ കൃത്യം പകുതിയായിട്ട് മുറിക്കണമെന്നൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. 0, 1 എഫ് സ്റ്റാർ ജി ഡിഫൈൻ ചെയ്യേണ്ടതെങ്കിൽ 0, 1 എഫ് സ്റ്റാർ ജി ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റിനെ എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് എ എടുത്താൽ മതി. 0, Aയില് പോസിറ്റീവ് ലീനിയർ മാപ്പ് ഫോളോഡ് ബൈ എഫ് ഡിഫൈൻ ചെയ്യാം. A1ല് പോസിറ്റീവ് ലീനിയർ മാപ്പ് ഫോളോഡ് ബൈ ജി ഡിഫൈൻ ചെയ്യാം. 0, 1/2 ഇത് 2s മറ്റേത് 2s - 1 ആയി. 0Aയിലാണെങ്കിൽ 0Aയെ 0, 1ലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ 0A. ഇവിടെ ആണെങ്കിൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു 2s ഫോമുല ആയിരിക്കത്തില്ല, വേറൊരു ഫോമുല എന്നുള്ളതായിരിക്കും. എന്നാലും അത് സ്ട്രേറ്റ് ലൈനാ. 0Aയെ 0, 1ലേക്ക്, 0, 0Aയിലേക്കും A1ലേക്കും 0, 1 ഇവിടെ ഉണ്ടെങ്കിൽ 0Aയെ 0Aയിലേക്കും Aയെ 1ലേക്കും മാപ്പ് ചെയ്യുന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ മതി. വി ക്യാൻ ചൂസ് എനി പോയിന്റ് ബിറ്റ്വീൻ 0 and 1. ഇവിടെ എക്സാക്ട്ലി ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് നമ്മുടെ എളുപ്പത്തിന്. അപ്പൊ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റിനെ സെലക്ട് ചെയ്താൽ മതി. അതിൽ ആദ്യത്തെ പാർട്ടിൽ ഫോളോഡ് ബൈ എഫ് ലീനിയർ മാപ്പ്, പോസിറ്റീവ് ലീനിയർ മാപ്പ് സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ചെയ്യുക. രണ്ടാമത്തെ പാർട്ടിൽ പോസിറ്റീവ് ലീനിയർ മാപ്പ് ഫോളോഡ് ബൈ ജി. ഈക്വൽ എന്താവണം എന്നൊന്നും നിർബന്ധമില്ല. സോ വെൻ വി ഡിഫൈൻ എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്, എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് 0 ആയിരിക്കണം. ജി ഓഫ് 1 ഈക്വൽ ടു പാത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ, പാത്ത് ഹോമോട്ടോപ്പിയാ. ജി ഓഫ് 1 ഈക്വൽ ടു എച്ച് ഓഫ് 0. ഈ കണ്ടീഷൻസ് പാലിച്ച് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഡിഫൈൻ ചെയ്യാൻ വി ഹാവ് ടു ഡിവൈഡ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. രണ്ട് ഫംഗ്ഷൻ ആയിരുന്നപ്പം പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഇന്റർവെലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 3 ഫംഗ്ഷൻസ് ആണുള്ളത്. ദിസ് ഇസ് കോൾഡ് ദ ട്രിപ്പിൾ പ്രോഡക്റ്റ്. മറ്റേത് ഡബിൾ പ്രോഡക്റ്റ്. ട്രിപ്പിൾ പ്രോഡക്റ്റ്. ട്രിപ്പിൾ പ്രോഡക്റ്റ് പലതരത്തിൽ എഴുതാം. ജി സ്റ്റാർ എച്ചിനെ അസോസിയേറ്റ് ചെയ്യുക, എഫ് സ്റ്റാർ ജി അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ്സ് സെലക്ട് ചെയ്താൽ മതി. എയും ബിയും സെലക്ട് ചെയ്തു. അതിലെ ആദ്യത്തെ പാർട്ടിൽ ഫോളോഡ് ബൈ എഫ്, പോസിറ്റീവ് ലീനിയർ മാപ്പ് കണ്ടുപിടിക്കുക, ഫോളോഡ് ബൈ എഫ്. രണ്ടാമത്തെ പാർട്ടിൽ ഫോളോഡ് ബൈ ജി. മൂന്നാമത്തെ പാർട്ടിൽ ഫോളോഡ് ബൈ എച്ച്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഇത് ഈക്വൽ വിഡ്ത്തുള്ള ഇന്റർവൽസ് ആണോ എന്ന് നിർബന്ധമില്ല. 0A എന്ന് പറയുന്ന ഇന്റർവെലിനെ 0, 1ലേക്ക് മാപ്പ് ചെയ്യുക. എഫ് പോസിറ്റീവ് ലീനിയർ മാപ്പ് എഫ് ആയിട്ട് കോമ്പോസിഷൻ എടുക്കുക. ഇവിടെ എഫ് ഓഫ് 2s എടുത്തതുപോലെ 0Aയിലെ പോയിന്റ്സിനെ 0, 1 അസോസിയേറ്റ് ചെയ്യണം. എഫ് ഈസ് ഫ്രം 0, 1 to x, ജി ഈസ് ഫ്രം 0, 1 to x, എച്ച് ഈസ് ഫ്രം 0, 1 to x. അപ്പൊ എല്ലാത്തിനെയും ഉപയോഗിക്കുകയും വേണം. അപ്പൊ 0Aയെ നമ്മൾ എഫ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് 0Aയെ പോസിറ്റീവ് അവിടെ ഡിഫൈൻ ചെയ്യുന്ന പോസിറ്റീവ് ലീനിയർ മാപ്പ് ഇതുപോലത്തെ സെഗ്മെന്റിനെ എഫ് ആയിട്ട് കോമ്പോസിഷൻ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. എ ബിയെ ജിയുമായിട്ട് കോമ്പോസിഷൻ, എ ബിയിലെ പോസിറ്റീവ് ലീനിയർ മാപ്പിനെ ജിയുമായിട്ട് കോമ്പോസിഷൻ. എ ബി 1ലേക്ക് മാപ്പ് ചെയ്യുന്ന ഏതാണോ ആ പോസിറ്റീവ് ലീനിയർ മാപ്പ്. എ ബി 0, 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. അതിനെ ജിയുമായിട്ട് കോമ്പോസിഷൻ എടുക്കാം. B1ല് പോസിറ്റീവ് ലീനിയർ മാപ്പ് എടുക്കുക. അതിനെ പോസിറ്റീവ് ലീനിയർ മാപ്പ് ഈസ് യുണീക്. വി ഹാവ് ടു മാപ്പ് 0 to A to 0 and B to 1. എ ബി 0, 1ലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ എ 0യിലേക്കും ബി 1ലേക്കും മാപ്പ് ചെയ്യണം. അത് സ്ട്രേറ്റ് ലൈനിലെ 2 പോയിന്റ്സ് ആ തരുന്നത്. 2 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന, ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പല സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. പക്ഷെ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരേ ഒരു സ്ട്രേറ്റ് ലൈനേ ഉള്ളൂ. സോ പോസിറ്റീവ് ലീനിയർ മാപ്പ് എന്നുള്ള കൺസെപ്റ്റ് യുണീക്ക് ആണ്. 0, 1/2നെ 0, 1ലേക്ക് മാപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ലീനിയർ മാപ്പ് എന്ന് പറയുന്ന ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ നിന്ന് കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ഈക്വൽ ടു പി ഓഫ് എസ് ഈക്വൽ ടു 2. 0, 1/2നെ ആണെങ്കിൽ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സ് മാറും. ഒരു ഇന്റർവെലിനെ വേറെ ഇന്റർവെലിലേക്ക് മാപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ലീനിയർ മാപ്പ് എന്ന് പറയുന്നത് ഇന്റർവെലിന്റെ ഫസ്റ്റ് 10 പോയിന്റ്സിന് സെയിം ആയിട്ട് കറസ്പോണ്ടൻസ് കൊടുക്കണം. ലാസ്റ്റ് 10 പോയിന്റ്സിനും കറസ്പോണ്ടൻസ് കൊടുക്കണം. അപ്പോൾ 2 പോയിന്റ്സ് കൂടെ പാസ് ചെയ്യണം എന്നുള്ള പെയർ ഓഫ് പോയിന്റ്സ്, പെയർ ഓഫ് വന്നിട്ടുണ്ട്, 2 പെയർ ഓഫ് കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് യുണീക്ക് ആയിരിക്കും. പോസിറ്റീവ് ലീനിയർ മാപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഒരു ഇന്റർവെലിനെ വേറൊരു ഇന്റർവെലിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇക്വേഷനേ ഉള്ളൂ, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ലൈനേ ഉള്ളൂ. ആൻഡ് ദ പോസിറ്റീവ് ലീനിയർ മാപ്പ് കറസ്പോണ്ടിങ് ടു ദ ഡിവിഷൻ യൂസിങ് എ ബി 0, 1നെ 3 സ്പ്ലിറ്റ് ചെയ്യുന്നു എയും ബി ഉപയോഗിച്ച്. ആൻഡ് പോസിറ്റീവ് ലീനിയർ മാപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് പറയാം. ദാറ്റ് ഈസ് കോൾഡ് KAB. ഇതിനെ തന്നെ ഇതേ ഇന്റർവെൽ 0, 1 തന്നെ നമുക്ക് തന്നിരിക്കുമ്പോൾ മുമ്പേ സെലക്ട് ചെയ്ത എയും ബിയും അല്ലാതെ ഇവിടെ സിയും ഇവിടെ ഡിയും ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് KCD. ഇപ്പൊ 0Aയെ
ഒരു 0 1ലേക്ക് മാപ്പ് ചെയ്യും, എ ബിയെ 0 1ലേക്ക് മാപ്പ് ചെയ്യും, B1നെ 0 1ലേക്ക് മാപ്പ് ചെയ്യും. ഇത് ഇവിടെ 0 C